ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 19/9/1989 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ഭരണിയാണ് നക്ഷത്രം, പുരുഷ ജാതകമാണിത്. കന്നി ലഗ്നം. ലഗ്നത്തിൽ ഭദ്രയോഗത്തോടുകൂടി ബുധൻ, കുജൻ, രവി അഥവാ സൂര്യൻ. 2 ധനസ്ഥാനത്ത് ശുക്രൻ്റെ ക്ഷേത്രത്തിൽ ശുക്രൻ. 3 ശൂന്യം. 4 ശനി ഗുളികൻ. 5 ശൂന്യം. 6 രാഹു. 7 ശൂന്യം. 8 ചന്ദ്രൻ. 9 ശൂന്യം. 10 വ്യാഴം. 11 ശൂന്യം. 12 കേതു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നെ സംസാരിച്ച ഒരാളാണ് ഇദ്ദേഹം. എൻ്റെ ഒരു സുഹൃത്താണ് ഇദ്ദേഹത്തെ എന്നിലേക്ക് കണക്ട് ചെയ്ത് തന്നത്. ഇദ്ദേഹം ചെന്നൈയിലാണ് താമസിക്കുന്നത്. സിനിമയിലാണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത്. തമിഴിലെ തന്നെ ഇന്നത്തെ കാലത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സംവിധായകരിൽ ഒരാളായിട്ടുള്ള ആറ്റ്ലിയുടെ അസിസ്റ്റൻ്റ് കൂടിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം എന്നെ വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുതിയ പ്രോജക്റ്റുമായിട്ട്, അതായത് ആദ്യമായി സംവിധാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് അതിനുള്ള അല്പസ്വല്പം തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെന്ന് മാറും, അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ളൊരു മറുപടി കൃത്യമായിട്ട് ഈ ഗ്രഹനിലയിൽ തന്നെ ഉണ്ട്. ഇദ്ദേഹം ഭദ്രയോഗത്തോടു കൂടി ബുധൻ നിൽക്കുന്ന ഒരു ജാതകനാണ്. കന്നി ലഗ്നം. അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഏറ്റവും കൂടുതൽ ഉയർച്ചയും അഭിനന്ദനങ്ങളും കാര്യങ്ങളുമൊക്കെ ജീവിതത്തിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. അടിസ്ഥാനപരമായിട്ട് എഴുത്തുകാരൻ കൂടിയാണ്, തിരക്കഥ എഴുതുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ തന്നെയാണ് സംവിധാനം ചെയ്യാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ധനസ്ഥാനത്ത് ശുക്രൻ്റെ ക്ഷേത്രത്തിൽ ശുക്രനാണ്, വളരെ നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ 4 ശനി ഗുളികൻ. ഈ ഒരു പൊസിഷൻ, അതായത് 4 ശനി ഗുളികൻ, ഈ പൊസിഷൻ അത്ര നല്ലതല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ശനിയും ശനിപുത്രനായിട്ടുള്ള ഗുളികനും ഒരുമിച്ച് 4 എന്ന് പറയുന്ന ഭാവത്തിൽ നിൽക്കുന്നത് അത്ര നല്ലതായിട്ടുള്ള ഒരു പൊസിഷൻ അല്ല. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ 6ലാണ് രാഹു. ചന്ദ്രൻ 8 നിൽക്കുന്നു. 10 കർമ്മസ്ഥാനത്ത് വ്യാഴം. ബുധൻ്റെ ക്ഷേത്രത്തിൽ, ശത്രുവിൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെങ്കിലും വ്യാഴം ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. എന്നോടൊപ്പം രാഹുവോ കേതുവോ ഗുളികനോ അങ്ങനെയുള്ള ഗ്രഹങ്ങളൊന്നും തന്നെയുമില്ല. 10 വ്യാഴവും ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന തൊഴിൽ, സിനിമാ സംവിധാനം. ആത്യന്തികമായിട്ട് സംവിധാനം എന്നത് ഒരു കപ്പിത്താനാണ്. അദ്ദേഹത്തെ അനുസരിക്കാനും അദ്ദേഹം പറയുന്നത് കേൾക്കാനും അദ്ദേഹമാണ് ഒരു പ്രോജക്റ്റിൻ്റെ ഫൈനൽ വേർഡ് എന്ന് പറയുന്നത്. അവിടെ എടുക്കുന്ന ചെറിയ തീരുമാനങ്ങൾക്ക് പോലും എസ് വേണോ നോ വേണോ എന്ന് തീരുമാനിക്കേണ്ടത് ആ സംവിധാനം ചെയ്യുന്ന ആൾ തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ 10 കർമ്മസ്ഥാനത്ത് വ്യാഴമാണ്. അദ്ദേഹത്തിന് പറഞ്ഞിട്ടുള്ള ജോലി തന്നെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 1. 2, ഇദ്ദേഹത്തിൻ്റെ ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് എന്നെ വിളിക്കുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ എഴുത്തും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് എൻ്റെ ആക്ടേഴ്സുമായിട്ടൊക്കെ ഡിസ്കഷൻ ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അത് ബഡ്ജറ്റ് കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ആവാത്തത് കൊണ്ടുമൊക്കെ നീണ്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വിളിച്ചത്, എന്താണ് ഇതിൻ്റെ കാരണമെന്നറിയാനായിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ദശകൾ കൂടെ നമ്മൾ പരിശോധിക്കണം. ഇദ്ദേഹത്തിൻ്റെ ദശ എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്നത് രാഹുദശയാണ്. അതായത് 2019 നവംബർ തൊട്ട് 2037 വരെ കാലം നീളുന്ന രാഹുദശ, 18 കൊല്ലം. ഇദ്ദേഹത്തിന് ജനിക്കുന്നത് ശുക്രദശയിലായിരുന്നു. 89 തൊട്ട് 96 വരെ ശുക്രനായിരുന്നു. അതിനുശേഷം 6 കൊല്ലം സൂര്യദശ, അതിനുശേഷം 10 കൊല്ലം ചന്ദ്രദശ, അതിനുശേഷം ചൊവ്വ 7 കൊല്ലം. അതിനുശേഷമാണ് ഇപ്പോഴത്തെ നടപ്പ് ദശയായിട്ടുള്ള രാഹു. അതിനുശേഷം അദ്ദേഹത്തിന് വരുന്നത് ഗുരുദശയാണ്. അത് കഴിഞ്ഞ് ശനി, ബുധൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. ഈ രാഹുദശ 6ലെ രാഹുവാണ്. 3, 6, 8, 11 ഭാവങ്ങളിൽ രാഹു അത്ര വലിയ ദോഷകാരകനൊന്നുമല്ല എന്ന് ജ്യോതിഷം പറയുമ്പോഴും ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ, ചെറിയ രീതിയിലുള്ള കാലതാമസങ്ങളൊക്കെ ആ ദശയിലെ ശുഭകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും കണ്ടുവരുന്നുണ്ട്. ഒരു രീതിയിലല്ല എങ്കിൽ മറ്റൊരു രീതിയിലെങ്കിലും അതിനെ അങ്ങനെ തന്നെ കാണേണ്ടിയിരിക്കുന്നു. രാഹു ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള ഒരു ജോലിയാണ് കാലതാമസം. 4 ദിവസം കൊണ്ട് നടക്കേണ്ടുന്ന ഒരു കാര്യം 10 ദിവസം കൊണ്ട് നടക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് രാഹു കൃത്യമായി ചെയ്യാറുണ്ട്.
അത് 3, 6, 8, 11 ഭാവങ്ങളിൽ നല്ലതായിട്ട് പോലും അത് അനുഭവത്തിൽ വരുന്നുണ്ട് എങ്കിൽ, മോശം പൊസിഷനിലാണ് നിൽക്കുന്നത് എങ്കിൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായിരിക്കും ആ ദശയെ കൊണ്ടുള്ള ഗുണദോഷ ഫലങ്ങളെന്ന്. ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ രാഹുദശയും അതിൽ തന്നെ അപഹാരം, അതായത് ഇപ്പോഴത്തെ അപഹാരം എന്ന് പറയുന്നത് 4/1/2025 തൊട്ട് 11/11/2027 വരെ രാഹുവിൽ ശനിയുടെ അപഹാരമാണ്. ഇദ്ദേഹത്തിൻ്റെ ശനി നിൽക്കുന്നത് 4-ലാണ്. 4-ൽ ഗുളികനോട് ചേർന്നിട്ടാണ് ഇദ്ദേഹത്തിന് ശനി നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അത്ര നല്ലൊരു പൊസിഷനുമല്ല ഇത് എന്നും പറഞ്ഞു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ നെഗറ്റീവ്സും അദ്ദേഹം ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഫേസ് ചെയ്യുന്നുമുണ്ട്. അതിനുശേഷം ഈ രാഹുവിൽ ശനിയുടെ അപഹാരത്തിന് ശേഷം വരുന്ന രാഹുവിൽ ബുധൻ്റെ അപഹാരം, ലാഗ്, അതായത് കാലതാമസം എന്ന് പറയുന്ന അവസ്ഥ അവിടെ ഉണ്ടാകും ചെറുതായിട്ട് എങ്കിൽ പോലും ഭദ്രയോഗത്തോടു കൂടി നിൽക്കുന്ന ബുധൻ്റെ അപഹാരം വരുന്ന സമയത്ത് 10ാം ഭാവാധിപൻ കർമ്മസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ബുധനാണ് ലഗ്നത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ പോസിറ്റീവായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നേ തീരൂ. അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രോജക്റ്റ് ഈ പറയുന്ന രാഹുവിൽ ശനിയുടെ അപഹാരത്തിന് ശേഷം വരുന്ന രാഹുവിൽ ബുധൻ്റെ അപഹാര സമയത്ത് ഓണാകാൻ അല്ലെങ്കിൽ അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ രാഹു പ്രത്യേകിച്ച് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഭയങ്കരമായിട്ടുള്ള ധൈര്യം പല കാര്യങ്ങൾക്കും രാഹു കൊടുക്കാറുണ്ട്. രാഹു ദശയുടെ അല്ലെങ്കിൽ രാഹുയുടെ അപഹാരം ഒക്കെ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള, അത്രയും നാളും വലിയ ധൈര്യമൊന്നും കാണിക്കാതിരുന്ന ഒരാൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ചെയ്യാൻ ഭയമുള്ള അല്ലെങ്കിൽ ചെയ്യാൻ മടിയുള്ള കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായി ചെയ്യുന്ന ചില ആളുകളെ നമുക്ക് കാണാം. അത്തരക്കാർക്ക് രാഹു ദശ പോലെയുള്ള അല്ലെങ്കിൽ രാഹുവിൻ്റെ അപഹാരം പോലെയുള്ള കാലങ്ങളിലൂടെയൊക്കെ ആയിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം സിനിമാ മേഖലയിൽ ഒരുപാട് ഉയർച്ചയിൽ എത്താനും അല്ലെങ്കിൽ ഒരുപാട് ഔന്നത്യങ്ങളിൽ എത്താനും ഒക്കെ വളരെ സാധ്യത കൂടിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. ആറ്റ്ലിയെ പോലത്തെ ഒരു സംവിധായകൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ ഒരാൾ അസിസ്റ്റൻ്റ് ആക്കുകയുള്ളൂ. ഇദ്ദേഹത്തിന് കഴിവുള്ള വ്യക്തി തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ജാതകം വച്ചത്. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള, ആ ജോലിക്ക് 100% ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് ഈ ജാതകൻ. അതിലെ നെഗറ്റീവ്സിനെ കുറിച്ചാണ് ഞാൻ ഇത്രയും നേരം വിശദീകരിച്ചത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഉദ്ദേശിച്ച കാര്യത്തിന് കാലതാമസം വന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനുള്ള ഉത്തരമാണ് തരാൻ ശ്രമിച്ചത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് രാഹുദശ 2037 രാഹുദശ തീർന്ന ശേഷം 2037 ഗുരുദശ, വ്യാഴത്തിൻ്റെ ദശ കയറും. അതായത് 10-ൽ നിൽക്കുന്ന വ്യാഴം സ്വാപഹാരം നല്ലതല്ല. ഏതൊരു രാജയോഗം കൊടുക്കുന്ന അല്ലെങ്കിൽ മഹായോഗങ്ങൾ തന്നെ കൊടുക്കുന്ന ഗ്രഹത്തിൻ്റെ ദശയാണെങ്കിലും ആ ദശയുടെ സ്വാപഹാരം നല്ലതല്ല. അതിനുശേഷം വരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും വളരെയധികം നേട്ടങ്ങളും വളരെയധികം നീക്കിയിരിപ്പുകളും ലാഭങ്ങളും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകത്തക്ക രീതിയിലുള്ള എല്ലാ ഗ്രഹങ്ങളുടെ പൊസിഷനുമുള്ള ഒത്തിണങ്ങിയിട്ടുള്ള ഒരു ഗ്രഹനില കൂടിയാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയൊക്കെ നോക്കുന്ന സമയത്ത് 5, 7, 9 ഭാവങ്ങളിലേക്കാണ് നിൽക്കുന്ന രാശിയിൽ നിന്നും ഏതൊരു ഗ്രഹനിലയിലും വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 1, 2, 3, 4, 5 ധനസ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. അതുപോലെ തന്നെ 4-ലേക്ക്, അതാണ് മേൽപ്പറഞ്ഞ ശനിയുടെയും ഗുളികൻ്റെയും ദോഷത്തെ ഒരു പരിധിവരെയെങ്കിലും കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഘടകമെന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി അവിടേക്കുണ്ട്. അതുപോലെ തന്നെ 9-ലേക്ക് എന്ന് പറയുമ്പം ലഗ്നാൽ 6 രാഹു നിൽക്കുന്ന പൊസിഷൻ, അവിടേക്കും വ്യാഴത്തിൻ്റെ പൊസിഷനുള്ളത്. ഈ പറഞ്ഞിട്ടുള്ള, അതായത് ഈ നെഗറ്റീവ് ഗ്രഹങ്ങളുടെ നെഗറ്റീവ് ഫലത്തെ ഒരു പരിധി വരെയെങ്കിലും കൺട്രോൾ ചെയ്ത് അദ്ദേഹത്തിന് അനുകൂലമായി സഞ്ചരിക്കത്തക്ക രീതിയിലുള്ള ഒരു വഴി ലഭിക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു ഘടകം കൂടിയാണ്. ഇതൊക്കെയാണ് ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും പറയാനുള്ളത്. ഇദ്ദേഹം തീർച്ചയായിട്ടും സിനിമയിൽ ശോഭിക്കും, സിനിമയിൽ ഉയരങ്ങൾ കീഴടക്കും. വലിയ വലിയ സിനിമകൾ ഇദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങളിൽ ഉണ്ട്. അതിൽ ഒട്ടുമിക്ക എണ്ണവും കൃത്യമായി തന്നെ നടപ്പിലാവുകയും വിജയിക്കുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ പോലെ തന്നെ നല്ലൊരു സ്ഥാനം സിനിമാ മേഖലയിൽ അദ്ദേഹം പിടിച്ചടക്കുകയും ചെയ്യും. കൺസൾട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.